കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് പരിപാടിയായിരുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ആദിലയും നൂറയും അവരും പങ്കെടുത്തു. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. ബർത്ത്ഡേ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ആവശ്യമില്ല. ഇതിനുശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് ഇനി വിശദീകരിച്ച് സമയം കളയണ്ട. പോസ്റ്റ് ചെയ്യാമെന്ന് വായിക്കാം. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. എന്നിട്ട് എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. 2 പെൺകുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആദിലെ നൂറയാണ്. അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത്. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ടാ? എന്താ അതിന്റെ വിചാരം? പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ ക്രെഡിറ്റ് ആണെന്നാണ്. ഹൗസ് വാമിംഗിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിവില്ലേ? നിങ്ങളുടെ അറിവില്ലാതെ എങ്ങനെയാണ് അവരെ ക്ഷണിക്കുന്നത്? മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇദ്ദേഹം. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ പറയുക? അന്തസ്. അത് നിങ്ങൾക്കില്ല. ആരാണെങ്കിലും അവരെ ക്ഷണിച്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ അവർ കിട്ടിയിട്ടാണ് അവർ ആ ഒരു ഹൗസ് വാമിങ്ങിന് പങ്കെടുക്കാൻ വന്നത്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണം. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവര് വന്നത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വളരെ മോശം. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വലിയ ഗോത്താഴത്തെ ഡിസൈനർമാര്. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന്. എന്ത് മൂല്യങ്ങളാണ് സംരക്ഷിക്കുന്നത്? എന്ത് മൂല്യങ്ങൾ? നിങ്ങൾ തന്നെയാണ് അവരെ വിളിച്ചത്. ആൾക്കാർക്ക് എന്തേ പറഞ്ഞൂടാത്തെ? ഞാൻ എന്താ ചെയ്യാ? ഓരോരുത്തരുടെ വായ മൂടിക്കെട്ടാനാവോ? വിചാരിച്ച് ഇദ്ദേഹത്തിന് LGBT കമ്മ്യൂണിറ്റിയോടുള്ള പ്രശ്നം വല്ലതും ആയിരിക്കും. ഈ സംഭവം ഒന്നുമല്ല. LGBT കമ്മ്യൂണിറ്റിയോടുള്ള എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ കണ്ട ഈ ഒരു കാര്യം ഇവിടെ നടക്കില്ല. ഈ പിക്കിൽ നിൽക്കുന്ന ആളെ അറിയാലോ, നാദിറ. അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, അവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യും. സംസാരിക്കുമ്പോൾ ഒന്നും ഈ പറയുന്ന മൂല്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിക്കണം. പണം ഉണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം.